നമ്മുടെ ഡയറ്റിൽ ഷുഗർ കുറച്ചാൽ വണ്ണം കുറയുമോ? നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഷുഗർ കട്ട് അല്ലെങ്കിൽ ഷുഗർ റെസ്ട്രിക്ഷൻ വഴി ഡെഫിനറ്റ്ലി നമുക്ക് വെയിറ്റ് ലോസ് ജേർണീൻ്റെ ഒരു പാർട്ടാണ്, അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അതിൻ്റെ കുറച്ച് സയൻറ്റിഫിക് പാർട്ടും കൂടി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എത്ര ഷുഗർ നമുക്ക് അലൗഡ് ആണ്? ICMR, അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, അതിൽ ഇന്ത്യൻ പോപ്പുലേഷന് വേണ്ടിയിട്ട് 2024 ഇറക്കിയ ഗൈഡ് ലൈൻസ് പറയുന്നത് ഓൾമോസ്റ്റ് 20 to 25 ഗ്രാംസ് വരെയാണ് ഒരു പേഴ്സണിന് ഒരു ഡേ അലൗഡ് ആയിട്ടുള്ള ഷുഗർ. ഏകദേശം ഇത് പറയുന്ന ഒരു 3 to 4 ടീസ്പൂൺസ് ആണ്, ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺസ് ആണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു ദിവസം 2000 കാലറീസ് ആണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അതിനകത്ത് ലെസ് ദാൻ 5% ഓഫ് കാലറീസ് മാത്രമേ ഷുഗറിൽ നിന്ന് വരാൻ പാടുള്ളൂ. ഐഡിയലി ഈ ഷുഗർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതാണ്. ആഡഡ് ഷുഗേഴ്സ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ കൺവേ ചെയ്യുന്നത്. 3 to 4 ടീസ്പൂൺസ് എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കലി നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ ഒരു ടീ അല്ലെങ്കിൽ ഒരു കോഫിയിൽ നമ്മൾ 1 to 2 ടീസ്പൂൺസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു ദിവസം 2 ടീ ഓർ കോഫി ആൻഡ് 1 ബിസ്ക്കറ്റ് അങ്ങനെ കൺസ്യൂം ചെയ്തേക്കും ആ ദിവസത്തെ കട്ട് ഓഫ് നമ്മൾക്ക് തീർന്നു. പലപ്പോഴും നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് അതിനേക്കാളും ഒത്തിരി കൂടുതലാണ്. ഒരു ഫ്രൂട്ട് ജ്യൂസ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അല്ലെങ്കിൽ നമ്മൾ പാക്കേജ്ഡ് ആയിട്ട് വരുന്ന ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെ കൺസ്യൂം ചെയ്യുമ്പോൾ ഒരു 200 ml ഓൾമോസ്റ്റ് 30 ഗ്രാംസോളം ഷുഗേഴ്സ് വരുന്നുണ്ട്. വേ അബൌവ് ദ റെക്കമെൻഡഡ് പെർ ഡേ. നമുക്ക് റെക്കമെൻഡേഷൻസിനേക്കാളും ഒത്തിരി കൂടുതലാണ്. ഇത് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യനുള്ള ആൻസർ, ഫസ്റ്റ് ഓഫ് ഓൾ മൾട്ടിപ്പിൾ ലെവൽസിലാണ് നമ്മളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവുന്നത്. 1, വാട്ടർ റിറ്റൻഷൻ ഡിക്രീസ് ആവും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ പഫിനെസ്സും എല്ലാം കുറയാനും കുറച്ചൊരു വെയിറ്റ് ലോസ് അതുവഴി കുറയാനും ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഗട്ട് ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും ബാഡ് ബാക്ടീരിയ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും നമുക്കത് ഹെൽപ്ഫുള്ളാണ്. ഓവറോൾ ഇതൊരു ഇൻഫ്ലമേഷൻ ഇൻക്രീസ്ഡ്, ആവശ്യത്തിനേക്കാൾ ഒത്തിരി കൂടുതൽ നമ്മൾ ഷുഗർ കൺസ്യൂം ചെയ്യുമ്പോൾ അതുവഴി നമുക്ക് ഒരു ഇൻഫ്ലമേറ്ററി സ്റ്റേജിലാണ് നമ്മുടെ ബോഡി ഉണ്ടാകുന്നത്. അപ്പോൾ ഇൻഫ്ലമേറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ്, അതായത് ഡയബറ്റിസ്, ഒബിസിറ്റി, ഫാറ്റി ലിവർ, അങ്ങനത്തെ പല മെറ്റബോളിക് ഇഷ്യൂസ് നമ്മൾ ഈ ഷുഗർ റെസ്ട്രിക്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. പലപ്പോഴും ഷുഗർ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വരുന്ന ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഷുഗർ ക്രേവിങ്സ് വരും. ഈ ഷുഗർ ക്രേവിങ്സ് വരുന്നത് നമ്മുടെ ബോഡിയിൽ ഡോപ്പമിൻ എന്ന് പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ കെമിക്കൽ കൂടുമ്പോഴാണ്. അപ്പോൾ ഇത് കൂടുമ്പോഴത്തേക്കും നമ്മൾക്ക് ഷുഗർ ക്രേവിങ്സ് വന്നിട്ട് നമ്മൾ ആ ഡോപ്പമിൻ നമുക്ക് കൂടുമ്പോഴത്തേക്കും നമുക്കൊരു പ്ലഷർ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഷുഗർ കൺസ്യൂം ചെയ്യുന്നത്. ബാക്കിയുള്ള അഡിക്ഷൻസ് പോലെ തന്നെ ഒരു കൈൻഡ് ഓഫ് അഡിക്ഷൻ ആണ് ഈ ഷുഗർ ഇൻക്രീസ് ആയിട്ട് കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മൾ എഫേർട്ട് ഇട്ട് നമ്മളുടെ ഡയറ്റിനകത്ത് നമ്മൾ പതുക്കെ ഷുഗറിൻ്റെ കൺസംഷൻ കുറച്ച് പറ്റുമെങ്കിൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. 1 gram ഓഫ് ഷുഗറിൽ 4 calories ആണ് നമുക്കുള്ളത്. നമ്മൾ 1 gram ഓഫ് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ 1 gram ഓഫ് പ്രോട്ടീനിലും ഉള്ളത് സെയിം 4 calories ആണ്. അപ്പോൾ നമ്മുടെ ഡയറ്റിനകത്ത് ഈ ഷുഗറിനെ മാറ്റി വെച്ചിട്ട് ആ കാലറീസ് നമ്മൾ പ്രോട്ടീനോ കാർബോഹൈഡ്രേറ്റോ ആയിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓവറോൾ നമുക്ക് കിട്ടുന്ന എനർജി ബെറ്റർ കൈൻഡ് ഓഫ് ന്യൂട്രിറ്റീവ് വാല്യൂ ഉള്ള ഫുഡിൽ നിന്നായിരിക്കും. ഓവറോൾ എനർജിയും നമ്മളുടെ ബെറ്റർ ആയിരിക്കും നമ്മൾ ഷുഗർ അവോയ്ഡ് ചെയ്ത് ന്യൂട്രിറ്റീവ് സോഴ്സസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ. ഷുഗർ ക്രേവിങ്സ് വരുന്നത് നോർമലാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇൻസ്റ്റെഡ് ഓഫ് ആഡഡ് ഷുഗർ നമുക്ക് വേണമെങ്കിൽ ഫ്രൂട്ട് കൺസ്യൂം ചെയ്യാം. പക്ഷേ അതിനകത്തൊരു ക്ലോസ് ഉണ്ട്. ഫ്രൂട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മൾ ഫ്രൂട്ട് ജ്യൂസ് അവോയ്ഡ് ചെയ്യുക. ബിക്കോസ് ഫ്രൂട്ടിൻ്റെ ഫൈബർ കണ്ടൻറ്റ് നമ്മൾ ജ്യൂസായിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് ആ ബെനിഫിറ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഫ്രൂട്ടായിട്ട് തന്നെ കൺസ്യൂം ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഫൈനലി ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ആഡ് 1 more point that just by cutting sugar നമ്മൾക്ക് വെയിറ്റ് ലോസ് കംപ്ലീറ്റ്ലി ഉണ്ടാവണം എന്നില്ല. അതിൻ്റെ കൂടെ ICMR റെക്കമെൻഡേഷൻ പറയുന്ന പോലെ നമ്മൾ HFSS ഫുഡ് അവോയ്ഡ് ചെയ്യുക. ദറ്റ് ഈസ് ഹൈ ഇൻ ഫാറ്റ്
ഷുഗർ ആൻഡ് സോൾട്ട് ഫോർ ഓവറോൾ ബെറ്റർ ഹെൽത്ത് നമ്മൾ ഫാറ്റും ഷുഗറും അതുപോലെ തന്നെ സോൾട്ടും റെസ്ട്രിക്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യുക. ഷുഗർ കട്ട് ചെയ്തിട്ട് ഫാറ്റ് കൺസംഷൻ അതുപോലെ കൂടുതലാണെങ്കിൽ വെയിറ്റ് കുറയണം എന്നില്ല. സോ ആസ് വി കട്ട് ദ ഷുഗർ വി ഷുഡ് ഓൾസോ ബി കെയർഫുൾ ദാറ്റ് വി ആർ കട്ടിങ് ഫാറ്റ് ഇൻ ആർ ഡയറ്റ്. താങ്ക് യു.